കേരളീയത്തിൽ അഴിമതി എന്ന ഒരു പുതിയ പംക്തി ആരംഭിക്കുകയാണ്. കേരളത്തിലെ വിവിധ വകുപ്പുകളിൽ, സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിൽ നടന്ന ക്രമക്കേടുകളും അഴിമതികളും പുറത്തു കൊണ്ടുവരികയാണ് ലക്ഷ്യം. അതിൽ ആദ്യത്തെ സ്റ്റോറിയായി അട്ടപ്പാടിയിലെ അഗളി ഹോസ്റ്റലിൽ, പ്രീ മെട്രിക് ഹോസ്റ്റലിൽ, ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ നടന്ന ക്രമക്കേടിനെ കുറിച്ചാണ് ഇത്തവണ അവതരിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രി കെ തുളസിയുടെ മേശപ്പുറത്ത് റിപ്പോർട്ടുണ്ട്. വകുപ്പിലെ ഓഡിറ്റർമാർ അന്വേഷണം നടത്തി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പകർപ്പ് ഡയറക്ടറേറ്റിലുമുണ്ട്. ഇതിൽ നടപടിയെടുക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. 2023-24 കാലത്ത് വിദ്യാർത്ഥികളുടെ ഭക്ഷണം പാത്രം തട്ടിയെടുത്ത് അഴിമതി നടത്തി എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ITDP ഓഫീസറുടെ മേൽനോട്ടത്തിലുള്ള ITDP എസ്റ്റേഷൻ ഓഫീസറുടെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനത്തിലാണ് ക്രമക്കേട് നടന്നിരിക്കുന്നത്. ഈ ക്രമക്കേട് സംബന്ധിച്ച് ആദ്യം അന്വേഷണം നടത്തിയത് ഡയറക്ടറേറ്റിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. അദ്ദേഹം അവിടെ അന്വേഷണം നടത്താൻ എത്തുമ്പോൾ ക്രമക്കേടിന്റെ ആദ്യ പടി അല്ലെങ്കിൽ ആദ്യ രൂപങ്ങൾ അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞു. ജീവനക്കാർ പണമടയ്ക്കാതെ ഭക്ഷണം കഴിച്ചതായി കണ്ടെത്തി. എന്നാൽ ജീവനക്കാർ അടച്ച പണം വാർഡൻ മുഹമ്മദ് തട്ടിയെടുത്തതാണെന്ന് കണ്ടെത്തുകയും അതിനെ തുടർന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. 2024 മെയ് മാസത്തിലും ജൂൺ മാസത്തിലുമാണ് ഇതെല്ലാം നടന്നത്. അതിനുശേഷം ഓഗസ്റ്റ് മാസത്തോടെ ഓഡിറ്റ് സംഘത്തെ, 4 അംഗ ഉദ്യോഗസ്ഥ സംഘത്തെ അട്ടപ്പാടിയിലേക്ക് അയച്ചു. അവർ നടത്തിയ അന്വേഷണത്തിൽ ഏതാണ്ട് ക്രമക്കേടിന്റെ വൻ മലയാണ് പുറത്തു വന്നിരിക്കുന്നത്. ക്രമക്കേട് വലിയ വിപുലമായി നടന്നിരിക്കുന്നു എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. പരിശോധനാ സംഘം സമർപ്പിച്ച റിപ്പോർട്ട് അനുസരിച്ച് ക്രമക്കേടിന്റെ ബാഹുല്യം ഞെട്ടിപ്പിക്കുന്നതാണ്. റിപ്പോർട്ട് പ്രകാരം 2023-24 കാലത്ത് കുട്ടികൾക്ക് ആവശ്യത്തിന് ഭക്ഷണം നൽകാൻ ഹോസ്റ്റലിൽ കഴിഞ്ഞിട്ടില്ല. അപൂർവമായി മാത്രമാണ് അവർക്ക് ഫ്രൂട്ട്സ്, പഴവർഗ്ഗങ്ങൾ വിതരണം ചെയ്തതെന്ന കാര്യം ജീവനക്കാർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് തട്ടിപ്പ് നടത്തിയത് എന്ന് അന്വേഷിച്ചപ്പോഴാണ് ബില്ലുകൾ നൽകുന്നത് വട്ടലക്കി ഫാമിംഗ് സൊസൈറ്റിയാണ് എന്ന് കണ്ടെത്തിയത്. സൊസൈറ്റിയിലെ അധികൃതർ ഇടനിലക്കാർ മാത്രമാണ്. സൊസൈറ്റിയുടെ ബില്ല് ഹാജരാക്കുന്നുണ്ടെങ്കിലും സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നാണ് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. സാധനങ്ങളൊന്നും സൊസൈറ്റി വിതരണം ചെയ്യുന്നില്ല. അഗളിയിലെ സ്വകാര്യ സ്ഥാപനങ്ങൾ സാധനങ്ങളെല്ലാം എത്തിച്ച ശേഷം ഓരോ മാസവും ബില്ലെത്തിക്കുന്നു. ITDP ഓഫീസർ ബില്ല് അനുസരിച്ച് പണം നൽകുകയാണ് ചെയ്യുന്നത്. യാതൊരു പരിശോധനയും ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥർ നടത്തുന്നില്ല എന്നാണ് കണ്ടെത്തിയത്. ഓഡിറ്റ് സംഘം പരിശോധനയ്ക്കെത്തിയപ്പോൾ ആ ദിവസങ്ങളിൽ, അവർ പരിശോധന നടത്തിയ ദിവസങ്ങളിൽ കൊണ്ടുവന്ന സാധനങ്ങളും ബില്ലുകളും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കി. അളന്നു നോക്കിയപ്പോൾ സാധനങ്ങൾ വളരെ കുറവാണ്. ബില്ലിൽ എഴുതിയിരിക്കുന്ന സാധനങ്ങളും കൊണ്ടുവന്ന സാധനങ്ങളും തമ്മിൽ തൂക്കത്തിൽ യാതൊരു ബന്ധവുമില്ല. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം നൽകി ഉയർന്ന വില ഈടാക്കുന്നതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഒരു മാസം ദോശയ്ക്കും ഇഡലിക്കും വാങ്ങുന്ന മാവിൽ നിന്ന് 11,000 രൂപയാണ് തട്ടിയെടുക്കുന്നത്. പച്ചക്കറിയുടെ 30,000 രൂപയുടെ ബിൽ കൊണ്ടുവന്നപ്പോൾ എന്തെല്ലാം സാധനങ്ങളുണ്ട് എന്ന് എഴുതിയിട്ടില്ല. ഇറച്ചി കൊണ്ടുവന്നതിൻ്റെ തൂക്കം ബില്ലിലില്ല. എല്ലാം തട്ടിപ്പ് നടത്തുന്നു, എല്ലാ അർത്ഥത്തിലും തട്ടിപ്പ് നടത്തുന്നു എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. മെനു അനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം നൽകുന്നില്ല. മെനു അനുസരിച്ച് തിങ്കൾ ബുധൻ ദിവസങ്ങളിൽ പഴവർഗ്ഗങ്ങൾ നൽകണം, പക്ഷേ ഫ്രൂട്ട്സ് നൽകാറില്ല. ഞായറാഴ്ച ചിക്കനോ മട്ടൻ കറിയോ നൽകണം എന്നാണ് മെനു പ്രകാരം വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. അതും നൽകുന്നതായി ജീവനക്കാർ നൽകുന്നില്ല എന്നാണ് ജീവനക്കാർ മൊഴി നൽകിയത്. ഇതെല്ലാം പകൽ പോലെ റിപ്പോർട്ടിൽ വ്യക്തമാണ്. ഹോസ്റ്റലിലേക്കുള്ള പാൽ വിതരണം നടത്തുന്നത് മണികണ്ഠൻ എന്ന കച്ചവടക്കാരനാണ്. മിൽമ സൊസൈറ്റിയുടെ പാൽ വിതരണ കേന്ദ്രം ഹോസ്റ്റലിന് മുന്നിലുണ്ട്. അവിടെ നിന്നും നേരിട്ട് പാൽ വാങ്ങുന്നില്ല,
മണികണ്ഠൻ അവിടെ നിന്നും പാൽ വാങ്ങി ഹോസ്റ്റലിൽ എത്തിക്കുന്നു. ബില്ലാകട്ടെ വട്ടലക്കി ഫാമിംഗ് സൊസൈറ്റി നൽകുന്നു. ഇതിലേറെ ദുരൂഹതയുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അതുകൊണ്ട് കൂടുതൽ അന്വേഷണം നടത്തണമെന്ന് റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടു. വട്ടലക്കി ഫാമിംഗ് സൊസൈറ്റി ഇതിലേക്ക് എത്തിയത് ഒരു സർക്കാർ ഉത്തരവ് വഴിയാണ്. 2024 സർക്കാർ ഇറക്കിയ ഉത്തരവ് പ്രകാരം വട്ടലക്കി ഫാമിംഗ് സൊസൈറ്റിക്കും അട്ടപ്പാടി ഫാമിംഗ് സൊസൈറ്റിക്കും സാധനങ്ങൾ വിതരണം ചെയ്യുവാനുള്ള അനുമതി നൽകി. ആ ഉത്തരവിന്റെ പിൻബലത്തിലാണ് സ്വകാര്യ സ്ഥാപനങ്ങൾ വട്ടലക്കി സൊസൈറ്റി വഴി സാധനങ്ങൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്, സൊസൈറ്റിയുടെ ബില്ല് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. സർക്കാർ ഉത്തരവ് പ്രകാരം വില കുറഞ്ഞ ഗുണമേന്മയുള്ള സർക്കാരിന് നഷ്ടം സംഭവിക്കാത്ത വിധത്തിൽ സാധനങ്ങൾ വാങ്ങണമെന്നാണ് വട്ടലക്കി അധികൃതർ, വട്ടലക്കി സൊസൈറ്റി അധികൃതർ ഇതൊന്നും പരിഗണിക്കാറില്ല. ഏതോ സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് വരുന്ന സാധനങ്ങൾക്ക് പണം ITDP വഴി കൊടുക്കുകയാണ് അവർ ചെയ്യുന്നത്. ഇതിൽ വലിയ അഴിമതി നടത്തുന്നത് ഈ വട്ടലക്കി അധികൃതരാണ്. സൊസൈറ്റിയുടെ അധികൃതർ ഇടനിലക്കാരായി നിന്നാണെന്ന് റിപ്പോർട്ട് പറയുന്നു. ഓഡിറ്റ് സംഘം പരിശോധനയ്ക്കെത്തിയപ്പോൾ 2 തരം രജിസ്റ്ററാണ് ഉള്ളത്. അട്ടപ്പാടിയിലെ വ്യാജ പട്ടയം പോലെ ഒരു വ്യാജ രജിസ്റ്റർ കൂടി അവിടെയുണ്ട്. യഥാർത്ഥ രജിസ്റ്ററിൽ വിവരങ്ങൾ എഴുതുകയും കൃത്രിമമായി മറ്റൊരു രജിസ്റ്റർ കൂടി നിർമ്മിക്കുകയും ചെയ്യുന്നു. ഓഡിറ്റ് സംഘത്തിന് മുന്നിൽ ആദ്യം ഹാജരാക്കിയത് കൃത്രിമ രജിസ്റ്റർ ആയിരുന്നു. പിന്നെ യഥാർത്ഥ രജിസ്റ്ററും അന്വേഷണ സംഘം കണ്ടെത്തി. രണ്ടിലും 2 രീതിയിലാണ് കണക്കുകൾ രേഖപ്പെടുത്തുന്നത്. യഥാർത്ഥ രജിസ്റ്റർ പരിശോധിക്കുമ്പോൾ എക്സ്റ്റൻഷൻ ഓഫീസർ, ITDP ഓഫീസർ ഇതിൽ ഒപ്പിട്ടിട്ടുണ്ട് ചില പേജുകളിൽ. എന്നാൽ കൃത്രിമ രജിസ്റ്ററിൽ ആരും ഒപ്പിട്ടിട്ടില്ല. മാത്രമല്ല രജിസ്റ്ററിൽ വരികൾക്കിടയിൽ വീണ്ടും സാധനങ്ങളുടെ വില എഴുതി നിറയ്ക്കുന്നതായി കണ്ടെത്തി. കാരണം ഒരു രജിസ്റ്ററിൽ തന്നെ പല വരികളും പിന്നീട് എഴുതിയതാണ് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. കൃത്രിമമായി നിർമ്മിച്ച രജിസ്റ്ററുകളിൽ പേജ് നമ്പർ പോലും ഇട്ടിട്ടില്ല. പല കയ്യക്ഷരത്തിലാണ് സാധനങ്ങളുടെ പേരുകളും വിലയും എഴുതിയിരിക്കുന്നത്. ഈ കയ്യക്ഷരങ്ങൾ വെച്ചിട്ട് ആരാണ് രജിസ്റ്ററിൽ എഴുതിയത്, ഏത് ഉദ്യോഗസ്ഥരാണ്, ജീവനക്കാരാണ് എഴുതിയത് എന്ന് കണ്ടെത്തണമെന്നാണ് റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ക്രമക്കേടുകളുടെ കേന്ദ്രമായിരുന്നത് ഹോസ്റ്റലിലെ വാർഡനായിരുന്ന മുഹമ്മദ് ആണ് എന്നാണ് അന്വേഷണത്തിൽ പറയുന്നത്, അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. അദ്ദേഹത്തിന്റെ കാലത്താണ് ഈ വരികൾക്കിടയിൽ സാധനങ്ങളുടെയും വിലയുടെയും എഴുതിയിട്ട് പണം തട്ടുന്ന രീതി വന്നത്. ഇത് ഗുരുതരമായ ക്രമക്കേടാണ് എന്ന് റിപ്പോർട്ടിൽ അടിവരയിട്ട് സൂചിപ്പിക്കുന്നു. രജിസ്റ്റർ ബുക്ക് ഇടയ്ക്കിടെ മാറ്റുന്നതും ഹോസ്റ്റലിലെ സ്ഥിരം രീതിയാണ്. 100 പേജുള്ള രജിസ്റ്റർ ബുക്ക് 50 60 പേജുള്ളപ്പോൾ മാറ്റുന്നു, പുതിയ രജിസ്റ്റർ ബുക്ക് സ്വീകരിക്കുന്നു. വീണ്ടും 50 60 പേജ് ആകുമ്പോഴേക്കും അല്ലെങ്കിൽ 70 പേജ് ആകുമ്പോഴേക്കും വീണ്ടും രജിസ്റ്റർ ബുക്ക് മാറ്റുന്നു. ഇങ്ങനെ നിരവധി രജിസ്റ്റർ ബുക്കുകളാണ് ഈ ഓഡിറ്റ് സംഘത്തിന് ഹോസ്റ്റലിൽ കാണാൻ കഴിഞ്ഞത്. ഇതും മറ്റൊരു തട്ടിപ്പിന് വഴിമരുന്നിടുകയാണ് എന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. വിദ്യാർത്ഥികൾക്ക് യാത്രാപ്പടിയായി ഉത്സവകാലങ്ങളിൽ അല്ലെങ്കിൽ ക്രിസ്മസ്, ഓണം, പെരുന്നാൾ, മറ്റ് വിശേഷ ദിവസങ്ങളിൽ വീട്ടിൽ പോകാൻ വേണ്ടി യാത്രാപ്പടി ഹോസ്റ്റലുകളിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. പക്ഷേ അട്ടപ്പാടി ഹോസ്റ്റലിലെ കുട്ടികൾക്ക് യാത്രാപ്പടി നൽകാറേയില്ല. ITDP ഓഫീസറോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കോവിഡ് കാലത്ത് കൊടുക്കാൻ കഴിഞ്ഞില്ല, അതിനുശേഷം ഡയറക്ടറേറ്റിൽ നിന്ന് ഫണ്ട് അനുവദിച്ചിട്ടില്ല, അതുകൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നാണ്. അന്വേഷണ സംഘം പറയുന്നത് ഡയറക്ടറേറ്റിലെ വിദ്യാഭ്യാസ വിഭാഗത്തിലെ ഇതിന്റെ ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥനോട് ഇത് സംബന്ധിച്ച് വിശദീകരണം തേടണം എന്നാണ്. കാരണം കുട്ടികൾക്ക് യാത്രാപ്പടി ലഭിച്ചില്ലെങ്കിൽ അവർക്ക് വീട്ടിൽ തന്നെ പോകാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കും എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. 4 ഉദ്യോഗസ്ഥർ 5 വർഷത്തെ കണക്ക് 4 ദിവസം കൊണ്ടാണ് പരിശോധന നടത്തിയത്. കൂടുതൽ ദിവസം പരിശോധിച്ചാൽ ഈ മലയുടെ അഴിമതിയുടെ ക്രമക്കേടിന്റെ കഥകൾ, അതിന്റെ റിപ്പോർട്ട് ഇതിനേക്കാൾ വലിപ്പമുള്ളതായി തീരും എന്നും റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ റിപ്പോർട്ടിൽ വളരെ കുറച്ച് സമയം കൊണ്ട് കണ്ടെത്താൻ കഴിഞ്ഞ കാര്യങ്ങൾ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. കൂടുതൽ ദിവസം സമഗ്രമായ പരിശോധന നടത്തണം എന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു. ഉന്നത ഉദ്യോഗസ്ഥർ
ITDP ഓഫീസർ ഉൾപ്പെടെ അവിടുത്തെ എക്സ്റ്റൻഷൻ ഓഫീസിലെ ജീവനക്കാരുൾപ്പെടെ കാഴ്ചക്കാരായി നിന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇത്രയും വലിയ തട്ടിപ്പ് നടന്നിട്ടും വാർഡനെ സ്വതന്ത്രനായി പ്രവർത്തിക്കാൻ അനുവദിക്കുകയും വൻ ക്രമക്കേടുകൾക്ക് മുന്നിൽ മേലുദ്യോഗസ്ഥർ കാഴ്ചക്കാരായി നിന്നു എന്ന് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. ഉദ്യോഗസ്ഥർ ഒരു വട്ടമെങ്കിലും പരിശോധിച്ചിരുന്നെങ്കിൽ ഈ വീഴ്ചകൾ കണ്ടെത്താമായിരുന്നു. കുട്ടികൾക്ക് ആഹാരം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ആഹാരം കുറച്ചാണ് കൊടുക്കുന്നത്, ആഹാരത്തിൽ തട്ടിപ്പ് നടത്തുന്നു എന്ന് ആർക്കും തന്നെ ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പരിശോധന നടത്താതിരുന്നത് മൂലമാണ് ഇതൊന്നും കണ്ടെത്താതെ പോയത്. അഴിമതിയുടെയും ക്രമക്കേടിന്റെയും നാൾവഴികൾ പരിശോധിച്ചാൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനല്ല ഇതൊന്നും ചെയ്തത്. ഉദ്യോഗസ്ഥർക്കെല്ലാം ഇവിടെ ക്രമക്കേട് നടക്കുന്നു എന്ന് ബോധ്യപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലായിരുന്നു. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ പഴിചാരി ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. ഒരു സംവിധാനമാകെ വലിയ വീഴ്ചയിലാണ്, അല്ലെങ്കിൽ ഒരു സംവിധാനമാകെ അഴിമതി നിറഞ്ഞതായിരിക്കുന്നു. ഹോസ്റ്റൽ ബില്ലുകൾ, സ്റ്റേറ്റ്മെന്റുകൾ എന്നിവ പരിശോധിച്ചിരുന്നു എങ്കിൽ ക്രമക്കേട് യഥാസമയം കണ്ടെത്താൻ യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ട്രൈബൽ ഓഫീസർ അടക്കമുള്ള ആളുകൾ, ITDP ഓഫീസർ അടക്കമുള്ള ആളുകൾ ഈ ജീവനക്കാരുടെ ഭാഗത്തായിരുന്നു. അഴിമതി നടത്തിയ വാർഡൻ ഉൾപ്പെടെയുള്ള ജീവനക്കാർക്ക് ഒത്താശ ചെയ്യുകയായിരുന്നു എന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഹോസ്റ്റലിലെ അന്തേവാസികളായ വിദ്യാർത്ഥികളുമായി സംവദിക്കാനോ അവരുടെ ആവശ്യങ്ങളും ആകുലതകളും കേൾക്കുവാനോ അതിന് ചെവി കൊടുക്കാനോ വാർഡനോ മറ്റ് ഉദ്യോഗസ്ഥരോ തയ്യാറായിരുന്നില്ല. മുതിർന്ന കുട്ടികൾ തന്നെ ഇക്കാര്യം ഓഡിറ്റ് സംഘത്തോട് പറഞ്ഞു. ഹോസ്റ്റലിൽ പരിശോധന നടത്തി ഇൻസ്പെക്ഷൻ ബുക്കിൽ ഏതാനും വരി എഴുതി ഒപ്പിട്ട് മടക്കി വെച്ച് മടങ്ങുകയാണ് ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥർ ചെയ്തിരുന്നത്. ഇത് പട്ടികവർഗ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ പൊതു മനോഭാവമാണ്. ഇത് തിരുത്തണം എന്നാണ് റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നത്. വാർഡൻ മുഹമ്മദ് ജീവനക്കാർ നേരത്തെ അടയ്ക്കാതെ പോയ മെസ് ഫീസ് അല്ലെങ്കിൽ മെസ് ചാർജ് റിക്കവറി ഇനത്തിൽ 1.5 ലക്ഷത്തോളം രൂപയാണ് ആദ്യത്തെ അന്വേഷണം നടന്നപ്പോൾ അടയ്ക്കുകയും അത് രേഖപ്പെടുത്തുകയും ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തുകയും ചെയ്തത്. ഇത് ദുരൂഹവും സംശയാസ്പദവുമാണ്. കാരണം ഈ തുക അടയ്ക്കേണ്ട ജീവനക്കാരും തന്നെ ഈ ദിവസങ്ങളിൽ ഹോസ്റ്റലിലെത്തി എന്ന് ജീവനക്കാർ മൊഴി നൽകിയിട്ടില്ല. ആരും പണമടയ്ക്കാൻ വന്നില്ല എന്നാണ് ജീവനക്കാർ മൊഴി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് മുഹമ്മദ് പണാപഹരണം പിടിക്കപ്പെട്ടപ്പോൾ, അദ്ദേഹം നടത്തിയ ക്രമക്കേട് പിടിക്കപ്പെട്ടപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് 1.5 ലക്ഷം രൂപ അടച്ച് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയത് എന്നാണ് ആ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. വാർഡനായ മുഹമ്മദ് അദ്ദേഹം കഴിച്ച മെസ് ചാർജ് തന്നെ 23,000 രൂപയോളം അടയ്ക്കാനുണ്ടായിരുന്നു. അതും അടച്ച് ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തി വെക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഇത്രയും വലിയ വീഴ്ചകൾ കണ്ടെത്തിയിട്ടും തുടർ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്. അട്ടപ്പാടിയിലെ പട്ടികവർഗ ജനതയുടെ മുന്നോട്ടുള്ള പോക്കിന് താങ്ങും തടലുമാകേണ്ട ITDP ഓഫീസാണ് ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്നത്. ഇവിടെ സംഭവിക്കുന്ന ജീർണത ആ സമൂഹത്തെ ആകെ ക്ഷീണിപ്പിക്കും, വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തെ സ്വാധീനിക്കും, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തെ തന്നെ തകർക്കും. അട്ടപ്പാടിയുടെ ഭരണകൂട സംവിധാനം ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം പരാജയമാണ്. ഹോസ്റ്റലിലെ നടത്തിപ്പും ഒരു പരാജയമായി മാറിയിരിക്കുന്നു. ആദിവാസി വിദ്യാർത്ഥികളുടെ അന്നപാത്രത്തിൽ കൈയിട്ട് വരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ മന്ത്രി നടപടി സ്വീകരിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്.